ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവ് പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 35-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ബൃഹൽ സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകര. മലയാളം. സാമങ്ങളിൽ ബൃഹൽ സാമ, ഋക്കിൽ ഗായത്രിയാണു ഞാൻ. മാസങ്ങളിൽ മാർഗശീർഷം, ഋതുക്കളിൽ വസന്തവും. തഥാ നമ്മൾ വിഭൂതികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ടാണ് തഥാ അപ്രകാരം തന്നെ. വീണ്ടും തുടരുന്നുകൊണ്ട് ഇതുവരെ പറഞ്ഞത് കഴിഞ്ഞ് അതുപോലെ തന്നെ. സാംനാം ബൃഹൽ സാമഹ, സാമഗാനങ്ങളിൽ ബൃഹൽ സാമം ഞാനാകുന്നു. ഛന്ദസാം ഗായത്രി, ഛന്ദസ്സുകളിൽ ഗായത്രി മന്ത്രം. മാസാനാം മാർഗശീർഷ, മാസങ്ങളിൽ വെച്ച് മാർഗശീർഷം ധനുമാസമാണ് നമ്മുടെ മലയാള മാസത്തിൽ. ഋതൂനാം കുസുമാകരഹ, ഋതുക്കളിൽ വസന്ത ഋതു ഞാനാകുന്നു. അപ്പോൾ ഇത്രയും പദ്യങ്ങളിലായിട്ട് പലതരം വിഭൂതികൾ, പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഞാൻ തന്നെയാണ്. ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വസ്തുക്കൾ ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്, വീണ്ടും തുടരുകയാണ്. ബൃഹൽ സാമ സാംനാം. ഇപ്പോൾ സാമവേദത്തിലെ ഗാനപ്രധാനമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഈ സാമങ്ങൾ പെട്ടതാണ് ബൃഹൽ സാമം. ആ ഗാനം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ബൃഹൽ സാമ എന്ന ഗാനം ഞാനാകുന്നു. ഇനി ഗായത്രി ഛന്ദസാമഹം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഒരു 3 വരികളുള്ള ഒരു വൃത്തത്തിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗായത്രി മന്ത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ ഫേമസ് ആണ് അല്ലേ, വളരെ എല്ലാവർക്കും അത്രയും പ്രധാനപ്പെട്ടതാണ്. സാധാരണ എല്ലാവരും തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴും വൈകുന്നേരവും സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രം ചൊല്ലുന്നതാണ്. ആ മന്ത്രം, ഈ ഗായത്രി മന്ത്രം ഞാനാകുന്നു. അപ്പോൾ ഗായത്രി എന്ന് പറയുമ്പോൾ ഗായന്തം ത്രായതേ ഇതി എന്നാണ്. ഗാനം ചെയ്യുന്നവരെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഒന്ന് ചൊല്ലാം. ഓം ഭൂർഭുവസ്വഹ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എല്ലാവരും കേട്ടിട്ടുള്ള മന്ത്രമാണ്, എപ്പോഴും നമ്മൾ പല പ്രാർത്ഥനകൾക്കും ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം. ഓം ഭൂർഭുവസ്വഹ. ഈ 3 ലോകത്തിനും ആരാണോ പ്രകാശം കൊടുക്കുന്നത്, ഒരു ആത്മസ്വരൂപനായിട്ടുള്ള ആരാണോ ഇവയ്ക്കെല്ലാം ഈ 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്, അത് സൂര്യഭഗവാന്റെ രൂപത്തിലാണ്. സാക്ഷാൽ പരമാത്മാവായ ഞാൻ തന്നെയാണ് സൂര്യനെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സൂര്യൻ്റെ രൂപത്തിലായതാണ് ഈ ലോകത്തിൽ മുഴുവൻ, ഈ പറഞ്ഞ 3 ലോകങ്ങളിലും പ്രകാശം പരത്തുന്നത് സൂര്യഭഗവാനാണ്. ആ പ്രകാശത്തെ ആ ശ്രേഷ്ഠമായ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ആ പ്രകാശം നമ്മുടെ ബുദ്ധികളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചം മുഴുവനും സൂര്യൻ്റെ രൂപത്തിൽ പ്രകാശം നൽകുന്നു. ആ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ നമ്മുടെ ബുദ്ധികളെ പ്രകാശിപ്പിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ബുദ്ധികളെ പ്രകാശിപ്പിക്കുക? നമ്മൾ സാധാരണയായിട്ട് ബുദ്ധി പ്രകാശിക്കുക എന്ന് പറയുമ്പം അത്ര അർത്ഥം മനസ്സിലാവില്ലെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ കഷ്ടകാലങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ബുദ്ധിമുട്ട് വന്നു, ഇത്തിരി ബുദ്ധിമുട്ടായി ആ കാര്യം എന്നാണ് പറയുക. ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് എന്തോ മുട്ട് വന്നു എന്നാണ് അല്ലേ. അതായത് നമ്മൾക്ക് എന്തോ ഒരു ബുദ്ധി വേണ്ട സമയത്ത് തോന്നിയില്ല. ഇന്ന സമയത്ത് ചെയ്യണമല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ചിലർക്ക് ചിലർക്ക് അത് പെട്ടെന്ന് വരികയും ചെയ്യും. അപ്പോൾ ഒരാളോട് നമുക്ക് നോ പറയണമെങ്കിൽ നോ പറയണം, പറയേണ്ട സമയത്ത് പറയണം. യെസ് പറയുകയാണെങ്കിലും നോ പറയുകയാണെങ്കിലും പറയേണ്ട സമയത്ത് തന്നെ പറയണം. അത് പറയുകയും ചെയ്യാം, പറയാതിരിക്കുകയും ചെയ്യാം.
പക്ഷെ പറയാനുള്ള ഒരു ധൈര്യം നമ്മൾക്ക് കിട്ടണം. ആ ധൈര്യം കൂടെ കിട്ടാനാണ് ഈ ഗായത്രി മന്ത്രം നമ്മളെ ഉപദേശിക്കുന്നത്. അതാണ് ബുദ്ധി. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഗായത്രി മന്ത്രം ഞാനാകുന്നു. അടുത്തത് മാസാനാം മാർഗശീർഷോഹം. മാർഗശീർഷം നമ്മുടെ മലയാള മാസത്തിലെ ധനുമാസമാകുന്നു. അപ്പോൾ നമ്മുടെ വർഷക്കാലമൊക്കെ കഴിഞ്ഞ് മഴക്കാലം കാലവർഷമൊക്കെ കഴിഞ്ഞ് അടുത്ത് വരുന്ന ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തിൻ്റെയും ഇടയിൽ നമുക്ക് ഒരു സുഖകരമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നതാണ് ഈ മാസങ്ങൾ അല്ലേ. നമുക്കറിയാലോ, ഡിസംബർ ജനുവരിയൊക്കെ വൃശ്ചികം ധനുവൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലം അല്ലെങ്കിൽ മാസം ധനുമാസമാണ്. ആ ശ്രേഷ്ഠമായ മാസം ഞാൻ തന്നെയാകുന്നു. ഋതുവുനാം കുസുമാകരഹ. പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. എല്ലാ സ്ഥലങ്ങളും അല്ലേ. പാടത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വിളകളൊക്കെ നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ടാവും. ജലാശയങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ താമരയും അമ്പലമൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ടാവും. പിന്നെ പുല്ല് നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. മൈതാനങ്ങളിൽ മുഴുവനും പുല്ല്. ആകപ്പാടെ നമുക്കൊരു ഉത്സവ പ്രതീതിയാണ്. കാരണം കഠിനമായിട്ടുള്ള മഴയുമില്ല, കഠിനമായിട്ടുള്ള വെയിലുമില്ല, നല്ല കാലാവസ്ഥ. അതുമാത്രമല്ല ഈ പൂക്കളും ഇതൊക്കെ നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്നവയാണ്. ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു. അതുകൊണ്ട് ഋതുക്കളിൽ വെച്ച് ഞാനാണ് കുസുമാകരഹ. വസന്തകാലമാണ് കുസുമാകരഹ. പൂക്കളെല്ലാം വിടർന്നു നിൽക്കുന്ന കാലഘട്ടം. അപ്പോൾ ഈ പദ്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബൃഹത്സാമ ഞാനാണ്, ഗായത്രി മന്ത്രം ഞാനാണ്, മാർഗശീർഷ അല്ലെങ്കിൽ ധനുമാസം ഞാനാണ്, വസന്തകാലവും ഞാനാകുന്നു. ഇനി 36ാമത്തെ ശ്ലോകം. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. മലയാളം. വഞ്ചനയ്ക്കിന്നു ചൂതല്ലോ തേജസ്സാദ്യുതികൃത്തിലും ആദ്യുതികൃത്തിലും ജയമുത്സാഹമീ ശക്തി ശക്തരിൽ ഞാൻ ധനഞ്ജയ. ദ്യൂതം ചലയതാമസ്മി. ചൂതാട്ടാണ് ദ്യൂതം. അതിലെ ചൂതാട്ടക്കാരുടെ ചൂത് ഞാനാണ്, ചതിയന്മാരുടെ ചതി ഞാനാണ് എന്നർത്ഥം. കാരണം ചൂത് കളിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചിട്ട് ചെയ്യുന്ന ഒരു കളിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ ശ്രമിക്കുന്നു, അതിലൊരാൾ വിജയിക്കുന്നു. തേജസ്വിനാം തേജഹ അഹം. തേജസ്വികളുടെ തേജസ് ഞാനാകുന്നു. ജയഹ അസ്മി. രണ്ടുപേര് തമ്മിലുള്ള ഏത് കാര്യങ്ങളെടുത്താലും രണ്ട് പേര് തമ്മിൽ എന്നല്ല, എന്ത് കാര്യത്തിനും എന്തുണ്ടാവും? ജയവും ഉണ്ടാവും, വിജയവും ഉണ്ടാവും. അതിലെ വിജയികളുടെ ജയം ഞാനാകുന്നു. വ്യവസായ അസ്മി. വലിയ വ്യവസായങ്ങളല്ല പറയുന്നത്, ദൃഢനിശ്ചയമാണ്. നമ്മൾക്ക് ഒരു കാര്യം പ്രവർത്തിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം, അത് ഞാനാകുന്നു. സത്വവദാം സത്വം അഹം. സജ്ജനങ്ങളുടെ സത്വഗുണം ഞാൻ തന്നെയാകുന്നു. അപ്പോൾ അർജുനനോട് പറയുമ്പോൾ ഏറ്റവും യോജിച്ച ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്, ചൂതുകളി അല്ലേ. കാരണം അർജുനനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പറ്റിയ ഉദാഹരണമാണ് അത്. ഭഗവാന് മനസ്സിലായിട്ടുമുണ്ട്. കാരണം ഇവന് ഇതാണ് ഏറ്റവും നല്ല മരുന്ന് എന്നുള്ളത് ഭഗവാൻ ആദ്യം തന്നെ അറിയാലോ. അതുകൊണ്ട് ഈ മരുന്ന് ഇപ്പോൾ കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കൗരവന്മാരും തമ്മിലുള്ള യുദ്ധത്തെപ്പറ്റി യുദ്ധമല്ല, അതിൽ അവർ തമ്മിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സ്വരച്ചർച്ചയില്ലായ്മയൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പാണ്ഡവന്മാർ കൗരവന്മാരുടെ അടിമകളെപ്പോലെ ജീവിക്കുകയായിരുന്നു. ധാരാളം ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം യുധിഷ്ഠിരൻ്റെ ചൂതുകളിയിലുള്ള ഒരു ഭ്രമമാണ്. അപ്പോൾ അത് ചൂതുകളി ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന് എന്തായാലും മനസ്സിൽ പെട്ടെന്ന് അത് നമുക്ക് അറിയുന്നൊരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന പോലെ ഇതിലും നല്ലൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണം പറയാനില്ല. അപ്പോൾ ഈ ചൂതുകളിയിലെ ചൂത് ഞാനാകുന്നു അല്ലെങ്കിൽ ചൂതുകളിയിലെ ചതി ഞാനാകുന്നു എന്ന് പറയുമ്പം നമുക്ക് തോന്നും ഇതൊരു നെഗറ്റീവ് അല്ലേ, പിന്നെ എങ്ങനെയാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത് എന്ന്. ചതിയാണെങ്കിലും പരസ്പരം ചതിക്കുകയാണെങ്കിലും
ഒരാൾക്ക് ചതിക്കാനുള്ള സാമർഥ്യം കൊണ്ട് ആണ് മറ്റാളെ ജയിക്കുന്നത്. ഇയാൾ ജയിക്കുന്ന സമയത്ത് മറ്റാൾ എന്താണ്, ഒരു നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സാമർഥ്യം ഞാനാണ് എന്നാണ് പറഞ്ഞത്. അടുത്തത് ചൂതുകളി ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ ചൂതുകളിയെ പറ്റി കേൾക്കാറില്ല. അതുകൊണ്ട് ചീട്ടുകളിയാണ് ഇപ്പോൾ അല്ലേ ചതിക്കുന്ന. ചീട്ടുകളി, കുതിരപ്പന്തയം ഒക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. എന്നാലും നമുക്ക് ചൂതുകളി നമ്മൾ കഥകളിലും ഇതെല്ലാം വായിച്ചേ കൊണ്ട് പെട്ടെന്ന് നമുക്കും മനസ്സിലാവും. അർജുനനെ പോലെ തന്നെ തേജഃ തേജസ്വിനാമഹം. തേജസ് ധ്യാനയോഗം അഭ്യസിച്ചവരുടെ അല്ലെങ്കിൽ ജ്ഞാനികളുടെ ധ്യാനം, അതിലൂടെ മാത്രമാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുക. പണ്ടേ അന്നേ ഇതിന് മുന്നത്തെ ശ്ലോകത്തിൽ ചോദിച്ചിട്ടുണ്ട്, കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവാൻമയാന്ന്. അത് ധ്യാന യോഗങ്ങളിലും അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അർജുനൻ അതാണല്ലോ ചോദിച്ചത്, ഞാൻ ഏത് തരത്തിലാണ് ഈ അധ്യായത്തിൽ തന്നെയല്ലേ ആദ്യം ചോദിച്ചത്, ഏതെല്ലാം വിധത്തിലാണ് ഞാൻ അങ്ങയെ ഭജിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് തേജസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന ഒരു അനുഭൂതിയാണത്. അല്ലാണ്ട് ആ വസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വസ്തു കാണുന്ന നമ്മൾക്ക് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു, അതിൽ നിന്ന് ഒരു തേജസ് ഉദിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ആ വസ്തുവും തേജസ്സും തമ്മിൽ ബന്ധമില്ല. നമ്മൾക്ക് മനസ്സിൻ്റെ ഒരു അനുഭൂതിയാണ് ഈ തേജസ് എന്ന് പറയുന്നത്. അപ്പം ആരാണോ പ്രകാശം ചൊരിയുന്നത് ആ പ്രകാശം സാക്ഷാൽ പരമാത്മാവാണ്. അപ്പോൾ പ്രകാശത്തിൽ നിന്ന് വരുന്നതാണ് തേജസ്. ആ തേജസ്സും ഞാൻ തന്നെയാകുന്നു എന്നാണ്. അടുത്തത് ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ഇതെല്ലാം ഓരോ ഗുണങ്ങളാണ്. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൽ ജയമുണ്ടാവാം, തോൽവിയാവാം. ഇപ്പോൾ ഒരു പരീക്ഷ നടക്കുകയാണെങ്കിൽ അതിൽ ജയമുണ്ട്, തോൽവിയുണ്ട്. ഏതൊരു കളി നടക്കുകയാണെങ്കിലും അല്ലേ, അതിലൊരു ജയമുണ്ട്, തോൽവിയുണ്ട്. ഇനി രണ്ട് അടിപിടി കൂടുകയാണ്, രണ്ടുപേര് ലഹള കൂടുകയാണെങ്കിലും അതിലും എന്തുണ്ട്, ഒരു ജയമുണ്ട്, തോൽവിയുണ്ട്. എല്ലാവരിലും ഒന്നുമില്ല ജയമുണ്ടാവും, അല്ലെങ്കിൽ ഈ കോയിൻ ടോസ് ചെയ്യുന്ന മാതിരിയാണ്, ഐദർ ഹെഡ് ഓർ ടെയിൽ എന്ന് പറയണ പോലെ. ഒന്നുമില്ല ജയം അല്ലെങ്കിൽ പരാജയം നിർബന്ധമാണ്. അതിൽ ജയമാണ് ഏറ്റവും ശ്രേഷ്ഠം. പരാജയപ്പെടുന്ന ആർക്കും തന്നെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ ജയം ഞാനാകുന്നു. അടുത്തത് വ്യവസായോസ്മി എന്നാണ്. വ്യവസായോസ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കുക. നമ്മളെല്ലാ ദിവസവും പറയുന്ന പോലെ കുട്ടികൾ ഒരു ദൃഢനിശ്ചയം എടുത്ത് പഠിക്കുക എന്ന് പറയുന്നില്ലേ, അതേപോലെ ഏത് കാര്യം ചെയ്യണമെങ്കിലും അതെനിക്ക് സാധിക്കും, ഞാനത് എന്തായാലും നേടും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ആ ദൃഢനിശ്ചയം ഞാൻ തന്നെയാണ്. ഞാനാണ് അവർക്ക് ആ ദൃഢനിശ്ചയം കൊടുക്കുന്നത്. നിനക്ക് ഇത് ചെയ്യാൻ സാധിക്കും, നീ ഇതിലൂടെ തന്നെ പോകൂ, ശരിയായ പാതയിലൂടെ വേണം എപ്പോഴും പോവാൻ. അപ്പോൾ ആ ശരിയായ പാത നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ആ ദൃഢനിശ്ചയം നമുക്ക് കാണിച്ചു തരുന്നത് സാക്ഷാൽ ഭഗവാനാണ്. മാത്രമല്ല ഭഗവാനിലുള്ള അർപ്പണ ബുദ്ധിയോടുകൂടെ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാമെന്ന് എല്ലാ അധ്യായത്തിലും നമ്മൾ പറയുന്നതാണ്. അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ശ്രേഷ്ഠനായിട്ട് കരുതുന്നത്. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലുള്ള ദൃഢനിശ്ചയം ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് ഞാനാകുന്നു. സത്വം സത്വവദാമഹം. സത്വഗുണങ്ങൾ ഉള്ള സജ്ജനങ്ങൾ അല്ലേ, ആ സജ്ജനങ്ങളുടെ ഏറ്റവും നല്ല ഗുണം ആ സത്വഗുണവും ഞാൻ തന്നെയാകുന്നു. അതിൽ കൂടുതലായിട്ട് പറയാനില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ വിവരിച്ചിട്ടുള്ള കാര്യമാണ്. ആരാണ് സത്വഗുണമുള്ള ആൾക്കാർ, അവരുടെ പ്രവൃത്തികൾ ഏതെല്ലാം തരത്തിലായിരിക്കണം എന്നെല്ലാം കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയം ഞാനാണ്, ദൃഢനിശ്ചയം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം ഞാനാണ്. ഇനി ഇതൊന്നും കൂടാതെ സത്വഗുണവും ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ചൂതുകളിയിലെ ചതി ഞാനാണ്, തേജസ്വികളുടെ തേജസ് ഞാനാണ്, ജയം ഞാനാണ്, ദൃഢനിശ്ചയം ഞാനാണ്, സത്വഗുണവും ഞാൻ തന്നെ. ധാരാളം വിഭൂതികളായി അല്ലേ. ഇനിയും ഇതുപോലെ തന്നെ
എത്ര വിഭൂതികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ നിന്ന് നമ്മളെല്ലാവരും തന്നെ അർജുനനെ പോലെ തന്നെ ഇതിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള വിഭൂതികൾ നിനക്ക് സ്വീകരിക്കാം. ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അതിൽ നിന്ന് ഏത് വിഭൂതിയാണോ നമ്മൾ സ്വീകരിക്കുന്നത് ആ വിഭൂതി എപ്പോഴും നമ്മളെ ശ്രേഷ്ഠന്മാരാക്കുന്ന തരത്തിലുള്ള വിഭൂതികളാണ് ഇവിടെ വിവരിച്ചതെല്ലാം. എല്ലാറ്റിലും ഞാനാണ് ശ്രേഷ്ഠൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെയാണ് അല്ലെങ്കിൽ വിഭൂതികളെയാണ് ഇവിടെ വിവരിച്ചത്. ആ വിഭൂതികൾ നമ്മൾ ഏതെങ്കിലും ഉൾക്കൊള്ളുക, ഏതാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് ജീവിക്കുക അർജുന. ഇത്രയാണ് പറഞ്ഞത്. നമ്മളിപ്പം 36-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അടുത്തത് 37-ാമത്തെ ശ്ലോകമാണ്. അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.